PSC പരീക്ഷകളിലെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റഷ്യൻ വിപ്ലവം ആരംഭിക്കുന്നത് 1917 1917 അപ്പോൾ റഷ്യൻ വിപ്ലവത്തിൻ്റെ നമ്മുടെ പരീക്ഷാ ബേസ് കണ്ടൻറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് വരുന്ന എന്തൊക്കെ പോയിൻറ്റുകളാണെന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്രീമിയ യുദ്ധം, ഒക്ടോബർ വിപ്ലവം, ഫെബ്രുവരി വിപ്ലവം, അതുപോലെ രക്തരൂഷിതമായ ഞായറാഴ്ചകൾ, ഇൻ്റർനാഷണലുകളുടെ രൂപീകരണങ്ങൾ, ഇവയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഒരു വാം വാട്ടർ പോളിസികളും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ എക്സാമിന് ചോദിക്കുന്ന കണ്ടൻറ്റുകൾ. ഇനി അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനിലൂടെ പോകുമ്പോൾ റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായിട്ട് പാർലമെൻ്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ്. സ്വേച്ഛാധിപത്യത്തിന് അനുകൂലമായി പാർലമെൻ്ററി ജനാധിപത്യം ഉപേക്ഷിക്കുക എന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ് റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. ലോകത്തിലെ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമെന്ന് പറയുന്നതും ഈ റഷ്യൻ വിപ്ലവമാണ്. ഇനി അഖിലസ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ റഷ്യയാണ്. റഷ്യയിലെ ആദിമ നിവാസികൾ അറിയപ്പെടുന്ന പേര് സ്ലാവുകൾ എന്നാണ്. അതൊരു പോയിൻ്റാണ്. റഷ്യയിലെ ആദിമ നിവാസികൾ സ്ലാവുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ ചക്രവർത്തിമാർ, സാർ പദവി സ്വീകരിച്ച ആദ്യത്തെ റഷ്യൻ ചക്രവർത്തിയാണ് ഇവാൻ നാലാമനാണ്. ഈ സാർ എന്ന ബഹുമതി ആദ്യം സ്വീകരിച്ച വ്യക്തിയുടെ പേര് ഇവാൻ നാലാമനാണ്. ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തിയാണ്. അപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് നഗരം സ്ഥാപിച്ചത് പീറ്റേഴ്സ് ചക്രവർത്തിയാണ്. റഷ്യയുടെ പാശ്ചാത്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചതും ഇദ്ദേഹമാണ്. അപ്പോൾ പീറ്റർ ചക്രവർത്തിയുടെ വിദേശ നയമാണ് വാം വാട്ടർ പോളിസി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആധുനിക റഷ്യയുടെ ശില്പി ആരാണ്? അത് പീറ്റർ ചക്രവർത്തിയാണ്. ആധുനിക റഷ്യയുടെ ശില്പിയാണ് പീറ്റർ ചക്രവർത്തിയാണ്. പീറ്റർ ചക്രവർത്തിയുടെ വിദേശ നയമാണ് വാം വാട്ടർ പോളിസി എന്നറിയപ്പെടുന്നത്. വാം വാട്ടർ പോളിസി എന്നുള്ളത് പീറ്റർ ചക്രവർത്തിയുടെ വിദേശ നയം ആണ്. അടുത്തത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട നടന്ന ഒരു സംഭവം ആണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ സമുന്നത നേതാവ് ആരാണ്? വ്ളാഡിമിർ ലെനിൻ. റഷ്യൻ വിപ്ലവത്തിൻ്റെ സമുന്നതനായ നേതാവാണ് വ്ളാഡിമിർ ലെനിൻ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് എന്താണ് ക്രീമിയൻ യുദ്ധം? 1854 മുതൽ 56 വരെയുള്ള കാലഘട്ടത്തിൽ റഷ്യക്കെതിരെ ബ്രിട്ടൻ, ഫ്രാൻസ്, ആസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ നടത്തിയ യുദ്ധമാണ് ക്രീമിയൻ യുദ്ധം. അതിൻ്റെ അകത്താണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ വരുന്നത്. ക്രീമിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ, വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൾ വരുന്നത്. എപ്പോഴാണ്? 1854 മുതൽ 56 വരെയുള്ള കാലഘട്ടത്തിൽ റഷ്യക്കെതിരെ ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ നടത്തിയതാണ്. റഷ്യക്കെതിരെ നടന്ന യുദ്ധമാണ്. ചരിത്രത്തിലെ എല്ലാ അനാവശ്യ യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധവും ക്രീമിയൻ യുദ്ധമാണ്. അപ്പോൾ 1856 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. ഇത് നമ്മളെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൾ, അല്ലെങ്കിൽ നഴ്സിംഗ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരി. ഇവർ ക്രീമിയൻ യുദ്ധരംഗങ്ങളിൽ ഒന്നായ ഒരു സ്കൂട്ടാരിയിൽ മുറിവേറ്റ യോദ്ധാക്കളെ പരിചരിച്ച ദയാമൂർത്തിയായ ഒരു നേഴ്സായിരുന്നു. എന്തുകൊണ്ടാണ് ഇവരെ വിളക്കേന്ത്യ വനിത എന്ന് വിളിക്കുന്നത്? വിളക്കേന്ത്യ വനിത എന്ന് വിളിക്കുന്നത് അന്ന് യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുന്ന പട്ടാളക്കാരെ ഇവർ അവരുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ആശുപത്രി വാർഡിലൂടെ രാത്രി വിളക്കേന്തിയിട്ട് ഇദ്ദേഹം കയ്യിലൊരു റാന്തൽ വിളക്കുമായിട്ട് രോഗികളെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നിരുന്നു. അപ്പോൾ ആ വിളക്ക് കയ്യിൽ ഏന്തിയത് കൊണ്ടാണ് ഇവരെ വിളക്കേന്ത്യ വനിത എന്ന് വിളിക്കുന്നത്. ഇനി തുർക്കിയെ യൂറോപ്പിൻ്റെ രോഗി എന്നാദ്യമായി വിളിച്ച റഷ്യൻ ചക്രവർത്തി ആരാണ്? അത് സർ നിക്കോളാസ് ഒന്നാമനാണ്. തുർക്കിയെ യൂറോപ്പിൻ്റെ രോഗി എന്ന് വിളിച്ചത് നിക്കോളാസ് ഒന്നാമനാണ്. അപ്പോൾ രക്തരൂഷിതമായ ഞായറാഴ്ച അതെന്തുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് സാധാരണ PSC ചോദ്യം വരുന്നത്. അപ്പോൾ രക്തരൂഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു.
അപ്പോൾ എന്താണതെന്ന് നോക്കാം. അത് രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ 1905 ജനുവരി 9 ഫാദർ ഗപ്പോണിൻ്റെ നേതൃത്വത്തിൽ റഷ്യൻ പ്രദേശമായ പെട്രോഗാഡിലേക്ക് പ്രകടനം നടത്തി. അങ്ങനെ പെട്രോഗാഡിൽ നടന്ന ആ ഒരു പ്രകടനം നൂറുകണക്കിന് തൊഴിലാളികൾക്ക് നേരെ പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് ധാരാളം തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഈ ഒരു സംഭവം രക്തരൂഷിതമായ ഞായറാഴ്ച, അത് കറുത്ത ഒരു ഞായറാഴ്ച ആയതുകൊണ്ടാണ് രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ കറുത്ത ഞായറാഴ്ച എന്നറിയപ്പെടുകയും ചെയ്തത്. പിന്നെ റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുകയും ജപ്പാൻ വിജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ രക്തരൂഷിത ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അത് പെട്രോഗാഡിൽ തൊഴിലാളികൾക്കു നേരെ പട്ടാളക്കാർ ഉതിർത്ത വെടിയേറ്റ് ധാരാളം പേര് തൊഴിലാളികൾ അന്തരിച്ചു. അതൊരു ഞായറാഴ്ചയായിരുന്നു. അതാണ് കറുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത്. ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? ലിയോ ടോൾസ്റ്റോയ് ആണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ് ലിയോ ടോൾസ്റ്റോയ്. ഇനി ഇൻ്റർനാഷണലുകളുടെ രൂപീകരണം. ലോകത്താദ്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തൊഴിലാളികൾക്ക് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ എന്ന് അറിയപ്പെടുന്നത്. ലോകത്താദ്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തൊഴിൽ സംഘടനകൾ ഉണ്ടായി. ലോകത്താദ്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തൊഴിൽ സംഘടനകൾ ഉണ്ടായി 1864 സെപ്റ്റംബർ 28. അപ്പോൾ ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനാണ് ഒന്നാം ഇൻ്റർനാഷണൽ എന്നറിയപ്പെടുന്നത്. ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷനാണ് ഒന്നാം ഇൻ്റർനാഷണൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാം ഇൻ്റർനാഷണൽ രൂപീകൃതമായ സ്ഥലം എന്ന് പറയുന്നത് ലണ്ടനാണ്. ഒന്നാം ഇൻ്റർനാഷണലിൻ്റെ പൊതുസമ്മേളനം നടന്നത് ജനീവയിലാണ്. ഒന്നാം ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനം നടന്നത് ജനീവയിലും ഒന്നാം ഇൻ്റർനാഷണൽ രൂപീകൃതമായത് ലണ്ടനിലുമാണ്. 1876 ഇത് പിരിച്ചുവിടുകയും ചെയ്തു. പിന്നെ രണ്ടാം ഇൻ്റർനാഷണൽ രൂപീകൃതമാവുന്നത് 1889. അപ്പോൾ രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ രൂപീകൃത സമ്മേളനം നടന്ന സ്ഥലം പാരീസിലാണ്. അപ്പോൾ രണ്ടാം സമ്മേളനം 1889 പാരീസിലാണ്. അപ്പോൾ രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന പ്രഖ്യാപനം മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇപ്പോൾ ആചരിക്കുന്നതാണ് മെയ് 1 ലോക തൊഴിലാളി ദിനം. അപ്പോൾ ഇത് എന്തിൻ്റെ ഭാഗമായി വന്നു? ഇൻ്റർനാഷണലിൻ്റെ ഭാഗമാണ്. രണ്ടാം ഇൻ്റർനാഷണലാണ് 1889 രൂപീകൃതമായിട്ടുള്ള രണ്ടാം ഇൻ്റർനാഷണലിലാണ് മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നത്. 1889 രണ്ടാം ഇൻ്റർനാഷണലിലാണ് ഇത് മെയ് ദിനം, തൊഴിലാളി ദിനം എന്ന മെയ് 1 ലോക തൊഴിലാളി ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. മൂന്നാം ഇൻ്റർനാഷണൽ നടന്നത് 1919 മോസ്കോയിൽ വെച്ചിട്ടാണ്. 1919 മോസ്കോയിൽ വെച്ചാണ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്നാം ഇൻ്റർനാഷണലാണ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ 3 മെയ് 1 ലോക തൊഴിലാളി ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് രണ്ടാം ഇൻ്റർനാഷണലാണ്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്നാമത്തതാണ്. മൂന്നാം ഇൻ്റർനാഷണൽ പിരിച്ചുവിട്ടത് സ്റ്റാലിൻ ആണ്. മൂന്നാം ഇൻ്റർനാഷണൽ പിരിച്ചുവിട്ട വ്യക്തിയാണ് സ്റ്റാലിൻ. റഷ്യൻ ഭരണാധികാരിയെ സ്റ്റാലിൻ ആധിപത്യമുള്ള മൂന്നാം ഇൻ്റർനാഷണലിനെതിരായി രൂപം കൊണ്ട അന്താരാഷ്ട്ര സംഘടനയാണ് നാലാം ഇൻ്റർനാഷണൽ. അപ്പോൾ നാലാം ഇൻ്റർനാഷണലിന് നേതൃത്വം കൊടുത്തത് ലിയോൺ ട്രോട്സ്കോയാണ്. ട്രോട്സ്കി ആണ്. ലിയോൺ ട്രോട്സ്കി ആണ് നാലാം ഇൻ്റർനാഷണലിന് രൂപം കൊടുത്തത്. ലിയോൺ ട്രോട്സ്കി എന്നാണ് പേര്. ലിയോൺ ട്രോട്സ്കി. അടുത്തത് ഇതിൻ്റെ ഒരു മുദ്രാവാക്യം എന്താണെന്ന് നമുക്ക് നോക്കാം. കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. ഇതാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, സമാധാനം എല്ലാവർക്കും. ഇതാണ് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങളിലൂടെ തൊഴിലാളികൾക്ക് ആവേശം പകർന്ന ഒരു പരിഷ്കർത്താക്കളാണ് കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ്. മാർക്സും എംഗൽസുമാണ്.
പിന്നെ ഇതിൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായി രൂപം കൊണ്ട ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ പ്രവർത്തകനാണ് ലെനിൻ എന്ന് പറയുന്നത്. ലെനിൻ. അപ്പോൾ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ 2 വിഭാഗങ്ങളാണ് ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളുമാണ്. അപ്പോൾ ബോൾഷെവിക്ക് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത് ലെനിനും ട്രോട്സ്കിയുമാണ്. ഇനി മെൻഷെവിക്കിന് നേതൃത്വം കൊടുത്തതാണ് അലക്സാണ്ടർ കെറൻസ്കി. ഇനി അടുത്ത ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും ഉണ്ട്. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം ശരിക്കും എപ്പോഴാണ് നടന്നത്? മാർച്ച് മാസമാണ്. റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യയുടെ ഭരണാധികാരി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമനാണ്. റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണ്? നിക്കോളാസ് രണ്ടാമനാണ് റഷ്യൻ വിപ്ലവ സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്ത് തൊഴിലാളികളുടെ സമരം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ ചക്രവർത്തി ദ്യൂമ എന്നൊരു നിയമനിർമ്മാണ സഭ രൂപവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. 1917 ആയപ്പോൾ വളരെ ഭക്ഷ്യക്ഷാമം രൂക്ഷമായപ്പോൾ സ്ത്രീകളടക്കം എല്ലാവരും പുറത്തേക്കിറങ്ങുകയും തെരുവീഥികളിൽ പ്രകടനം നടത്തുകയും ചെയ്തു. അത് 17 മാർച്ച് മാസം 8-ാം തീയതിയാണ്. പിന്നെ 1917 മാർച്ച് 12 ആയപ്പോഴേക്കും ഫെബ്രുവരി വിപ്ലവത്തിലൂടെ നിക്കോളാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. പിന്നെ പകരം വന്നത് അലക്സാണ്ടർ കെറൻസ്കി എന്ന ഒരു താൽക്കാലിക ഗവൺമെൻറ്റാണ്. അപ്പോൾ നിക്കോളാസ് രണ്ടാമൻ ഈ ഒരു സമരത്തെ തുടർന്ന് പുറത്തു പോവുകയും പകരം വന്ന താൽക്കാലിക ഗവൺമെൻറ് അലക്സാണ്ടർ കെറൻസ്കിയുടെ ഗവൺമെൻറ്റാണ്. അലക്സാണ്ടർ കെറൻസ്കി വന്നു. പക്ഷേ ഇത് റഷ്യയിലുള്ള ഒരു വിഭാഗം ജനങ്ങൾക്ക് അദ്ദേഹം അധികാരത്തിൽ വന്നത് പിടിച്ചില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ച്. 1917 നടന്ന ഒക്ടോബർ വിപ്ലവം താൽക്കാലിക ഗവൺമെൻറ്റിനെ റഷ്യയിലെ സോവിയറ്റുകളുടെ ഒരു വിഭാഗം അംഗീകരിക്കാത്തതിനെ തുടർന്ന് എന്ത് ചെയ്തു? 1917 ഒക്ടോബർ മാസത്തിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായിട്ട് സായുധ കലാപം ആരംഭിച്ചു. അതിനെ തുടർന്ന് അലക്സാണ്ടർ കെറൻസ്കി രാജ്യം വിട്ടുപോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിൽ വരികയും ചെയ്തു. ബോൾഷെവിക്കുകളാണ് കൂടുതൽ സമരം നടത്തിയത്. അങ്ങനെ കെറൻസ്കിനെ പുറത്താക്കിക്കൊണ്ട് ബോൾഷെവിക്കുകൾ വീണ്ടും അധികാരത്തിൽ വന്നു. അങ്ങനെ ബോൾഷെവിക്കുകൾ അധികാരം ലഭിച്ച ഈ ഒരു സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം നടക്കുകയും ലെനിൻ അധ്യക്ഷനായിട്ടുള്ളൊരു ക്യാബിനറ്റ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണക്കാരനായ കപട സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ്? അത് റാസ്പുട്ടിനാണ്. തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നതും റാസ്പുട്ടിനാണ്. ഇന്ത്യൻ റാസ്പുട്ടൻ എന്നറിയപ്പെടുന്ന ആരാണ്? VK കൃഷ്ണമേനോനാണ് ഇന്ത്യൻ റാസ്പുട്ടൻ എന്നറിയപ്പെടുന്നത്. റഷ്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യനോവ് അല്ലെങ്കിൽ ലെനിൻ ആണ്. അപ്പോൾ ചുവപ്പ് കാവൽസേന രൂപവൽക്കരിച്ചത് ആരാണ്? അത് ലെനിനാണ്. സോവിയറ്റ് യൂണിയൻ്റെ ആദ്യത്തെ പ്രീമിയർ ആയിരുന്ന വ്യക്തിയാണ് സോവിയറ്റ് യൂണിയൻ ശില്പി. ലെനിൻ ആരംഭിച്ച പത്രമാണ് ഇസ്ക്ര. ലെനിൻ ആരംഭിച്ച പത്രത്തിൻ്റെ പേരെന്താണ്? ഇസ്ക, അല്ലെങ്കിൽ ചില പുസ്തകത്തിനകത്ത് ഇസ്കാര എന്നുണ്ട്. ഇസ്ക്ര എന്നാണ്. വാട്ട് ഈസ് ടു ബി ഡൺ എന്നൊരു പുസ്തകവും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലെനിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ച സ്ഥലമാണ് റെഡ് സ്ക്വയർ. ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നതിൻ്റെ നമുക്ക് നോക്കാം. ബോൾഷെവിക് വിപ്ലവം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന നേതാവാണ് ലെനിൻ. ഒക്ടോബർ വിപ്ലവത്തിലൂടെ ബോൾഷെവിക് പാർട്ടി അധികാരത്തിൽ വരികയാണ് ചെയ്തത്. വർഷങ്ങളായി പിന്നോക്കാവസ്ഥയിലായിരുന്ന റഷ്യയെ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സഹായിച്ച വിപ്ലവം എന്ന് പറയുന്നതും എന്താണ്? റഷ്യൻ വിപ്ലവമാണ്. ഇനി റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളെ നോക്കുമ്പോൾ 1-ാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് ദാനം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പാക്കി. വിവിധ വിഷയങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കാരണമായി. 24 പുതിയ ഭരണഘടന വന്നു. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1922 സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR രൂപീകൃതമാവുന്നത്. അതും ഒരു സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ്. USSR രൂപീകൃതമായ വർഷം എപ്പോഴാണ്? 1922 1922 സോവിയറ്റ് യൂണിയൻ രൂപീകൃതമാകുന്നത്. 1922 പിന്നെ 1924 ആയപ്പോഴേക്ക് USSRൽ ഭരണത്തിൽ വന്ന ഭരണാധികാരിയുടെ പേരാണ് സ്റ്റാലിൻ. ആരാണ് വന്നത്? സ്റ്റാലിനാണ്.
അപ്പോൾ ലെനിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയൻ നേതാവാണ് സ്റ്റാലിൻ. റഷ്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയതാരാണ്? സ്റ്റാലിനാണ്. അതും ഒരു PSC ചോദ്യമാണ്. റഷ്യയിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത് സ്റ്റാലിനാണ്. സോവിയറ്റ് യൂണിയനിൽ 1930കളിലെ കടുത്ത ഭീകരത അല്ലെങ്കിൽ ഗ്രേറ്റ് ടെറർ ഓഫ് 1930s ഉത്തരവാദിയായ നേതാവും കൂടിയാണ് ഇദ്ദേഹം. സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR പിരിച്ചുവിട്ട വർഷമാണ് 1991. അപ്പോൾ ഏത് വർഷമാണിത് രൂപീകരിച്ചത്? 22ലാണ്. ആ സമയത്ത് ലെനിന് ബോൾഷെവിക് പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്ന വ്യക്തിയാണ് സ്റ്റാലിൻ. സ്റ്റാലിൻ വരുന്ന 1924ലാണ്. അപ്പോൾ ലെനിൻ്റെ പിൻഗാമിയാണ് സ്റ്റാലിൻ. റഷ്യയിൽ ആദ്യമായൊരു പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയൊരു വ്യക്തിയാണ് ആര്? സ്റ്റാലിൻ. അപ്പോൾ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട വർഷം 91. പിന്നെ സോവിയറ്റ് യൂണിയൻ 1930സിലെ കടുത്ത ഭീകരത ഗ്രേറ്റ് ടെറർ ഓഫ് 1930s. എന്താണ് ഗ്രേറ്റ് ടെറർ ഓഫ് 1930സിൻ്റെ ഉത്തരവാദിയാരാണ്? ലെനിനാണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് കണ്ടൻറ്റുകളാണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.